വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് വന്നാലും എന്ത് വിഷയം ഉണ്ടായാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് മാറാറുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് മീൻസ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നപ്പം ഇപ്പം ഈ +2 ബാച്ചുകൾ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിവാദങ്ങൾ നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 7000-ൽ പരം എന്ന് പറയേണ്ടി വരും, 7200-ലധികം വരുന്ന +2 ബാച്ചുകളാണ് നിലവിലുള്ളത്. സ്കൂളുകളുടെ കണക്കാക്കുകയാണ് 2100-ലധികം സ്കൂളുകളും നമ്മുടെ സംസ്ഥാനത്തൊട്ടുകൊണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 10ാം ക്ലാസ്സിൽ വിജയ ശതമാനം കൂടുന്നു എന്നുള്ളതാണ്. 90-ലധികം 99ഓളം വരുന്ന വിജയ ശതമാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത്രയും അധിക ബാച്ചുകൾ ഇവിടെ അനുവദിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഏകദേശം 30%, അതായത് 130-130ഓളം വരുന്ന അധിക ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ ജില്ലകൾ കൂടുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ വരുന്ന എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾക്ക് 30%, എയ്ഡഡ് സ്കൂളുകളിലേക്ക് 20% എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ ഇൻക്രീസ് ചെയ്യുന്നത്, അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏകദേശം 6000-ഓളം വരുന്ന സീറ്റുകൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 6000-ഓളം വരുന്ന അധിക സീറ്റുകൾ അനുവദിക്കുമ്പോൾ ഇത് സ്കൂളുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സ്കൂളുകളിലേക്ക് പിന്നെ ഓരോ സ്കൂളുകളിലേക്ക്, ഈ സ്കൂളുകൾ വരുന്ന എവിടെയാണെന്ന് അറിയാം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഇത് പോവുക. അതായത് നിലവിലുള്ള ഈ പിന്നെ അധിക ബാച്ചുകൾ പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വയനാട് ജില്ല നമ്മുടെ അടുത്ത് പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ വയനാട് ജില്ലയുടെ പ്രത്യേകത എന്താണ്? അവിടെ സ്കൂളുകൾ കുറവാണ്, അതോടൊപ്പം തന്നെ +2 ബാച്ചുകളും കുറവ് തന്നെയാണ്. ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ്. ബാക്കി എല്ലായിടത്തും ഒരു പരുവത്തിനൊക്കെ തട്ടിയും മുട്ടിയും പോകുന്ന രീതിയിലൊക്കെയുള്ള +2 ബാച്ചുകളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ള എവിടെയെന്ന് അറിയാം, മലപ്പുറം ജില്ലയിലാണ്. അവിടേക്കാണ് വീണ്ടും ഈ പറയുന്നത്. ഒരു പക്ഷേ മലപ്പുറം വലിയൊരു ജില്ല ആയതുകൊണ്ടാവാം അങ്ങനെ ചിന്തിക്കുന്നത്. ആ മലപ്പുറം ജില്ലയിലും ഈ പറയുന്ന പോലെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയിൽ നിലവിൽ എനിക്ക് തോന്നുന്നു 467 ബാച്ചുകളാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളുകളുടെ എണ്ണം ഏകദേശം 200-ലധികം 250ഓളം വരുന്ന സ്കൂളുകൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ എയ്ഡഡും അൺഎയ്ഡഡും സർക്കാർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഉണ്ട്. ഇവിടേക്കാണ് പിന്നെ +2 ബാച്ചുകൾ അനുവദിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇപ്പോൾ അതൊരു വിവാദമാണ്. അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിജയ ശതമാനം വർദ്ധിക്കുന്നു. വിജയ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് കുട്ടികൾക്ക് അവർക്ക് സ്കൂളുകളിൽ പോയി +2-ന് ചേർന്ന് പഠിക്കേണ്ട ഒരു തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പം ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് വിവാദത്തിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പലപ്പോഴും ഈ പറയുന്ന ഈ സർക്കാരിനെ ഭരിക്കുന്നതെന്ന് പറഞ്ഞ പാർട്ടിയാണല്ലോ, ഈ രാഷ്ട്രീയ കക്ഷികളാണ്. ഈ രാഷ്ട്രീയ കക്ഷികളിലെ ചില ആൾക്കാർ ഇടനില നിന്നിട്ട് ഞങ്ങൾ അനുവദിച്ച് തരാം എന്ന് പറയുന്നത് ഒരു ബാച്ച് അനുവദിക്കാൻ 1 കോടി രൂപ വരെ അവര് കമ്മീഷനല്ല, ഒരു തുക വാങ്ങുന്നുണ്ട് ആ സ്കൂളുകളിൽ നിന്ന്. ഇപ്പോൾ ഒരു +2 ബാച്ച് ഒരു എയ്ഡഡ് സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും ഇന്നൊരു +2 ബാച്ച് അനുവദിക്കുമ്പോൾ അവിടെ നടക്കുന്ന അഡ്മിഷൻ സ്ട്രാറ്റജി നമ്മൾ പരിശോധിച്ച് നോക്കണം. അവർ വെറുതെ അല്ല, 1 കോടി രൂപ അവർ മുടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അവർ അഡ്മിഷന് വേണ്ടിയിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ, കോഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, നമ്മൾ അറിയാമല്ലോ, +2-ന് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ മേടിക്കാൻ കഴിയുമോ അതെല്ലാം ബിൽഡിംഗ് ഫണ്ട് വേറെ, ഇതല്ലേ ഡൊണേഷൻ, ബിൽഡിംഗ് ഫണ്ട്, കോഷൻ ഫണ്ട്, ആ ഫണ്ട്, ഈ ഫണ്ട്, ഇനിയും വേറെ PTA ഫണ്ട്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു തുക ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് മേടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു സ്കൂളിൽ നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ ഏറ്റവും മികച്ച പിന്നെ വ്യവസായങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. ഏറ്റവും നമ്മൾ ഇന്ന് കേരളത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു ആശുപത്രി വ്യവസായമാണ്. അതുപോലെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയൊരു കച്ചവട രംഗമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് അധ്യാപക നിയമനങ്ങൾ കൂടി വരും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം അതാണ്. നമ്മളൊരു സ്കൂൾ അനുവദിക്കുന്ന നല്ലതല്ലേ, അല്ലെങ്കിൽ +2 ബാച്ച് അധികം അനുവദിക്കുന്ന നല്ലതല്ലേ, കുട്ടികൾക്ക് പഠിക്കാമല്ലോ എന്ന് പറയുന്ന നിലവിലുള്ള അധ്യാപകരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമല്ലോ ചെയ്യുന്നത്. പുതിയ അധ്യാപകരെ അവർ പർച്ചേസ് ചെയ്യുക, അങ്ങനെ ആ വാക്കാണ് ഉപയോഗിക്കേണ്ടി വരും. പുതിയ അധ്യാപകരെ അവർ കൊണ്ടുവരിക. അപ്പൊ പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് നമുക്ക് അറിയാവുന്ന പോലെ ഇന്ന് ഏറ്റവും കുറഞ്ഞൊരു 50 ലക്ഷം രൂപയെങ്കിലും ഒരു അധ്യാപക നിയമനത്തിൽ ഒരു സ്കൂളിലെ മാനേജ്മെന്റിന് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവർ മേടിച്ചു വെച്ച് ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് പിന്നീട് സർക്കാർ അതിന് പെർമിറ്റ് ചെയ്താൽ മതി.
ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പം എങ്കിലേ സർക്കാർ ശമ്പളമായിട്ട് വരികയുള്ളൂ. അപ്പം ഈ രീതിയിൽ ഇപ്പം നമ്മൾ കോളേജുകളെടുത്ത് പരിശോധിച്ച് കോളേജുകളിൽ ഇന്ന് പിന്നെ സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളുണ്ട്, അതായത് എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്നത്, അഫിലിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കോളേജുകൾ. ആ കോളേജുകളിൽ മേടിക്കുന്ന എത്ര 1 കോടി രൂപ വരെ നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ടി വരും, ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. ആ ഡൊണേഷൻ കൊടുത്തിട്ടാണ് സീറ്റ് കച്ചവടം നടത്തുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാശുള്ളവന് ജോലി ഉണ്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇത് നമ്മൾ ഈ സ്വകാര്യ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും സവിശേഷമായ ഒരു കാര്യം അതാണ്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ പണ്ടോ 10-20 വർഷത്തിന് മുൻപ് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചു കാലത്തിന് മുൻപ് മേടിച്ച ഡൊണേഷൻ അല്ല ഇന്നൊരു +2 അഡ്മിഷന് വേണ്ടി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു എയ്ഡഡ് സ്കൂളും അൺഎയ്ഡഡ് സ്കൂളും മേടിക്കുന്നത്. ഇപ്പം അവർ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഓരോ സ്കൂളുകളിലേക്കും, ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു സാധാരണ സ്കൂൾ 10ാം ക്ലാസ് വരെ ഉള്ളൂ ആ സ്കൂളെന്ന് വിചാരിച്ചു, ആ സ്കൂളിൽ പഠിച്ച് ഏറ്റവും ടോപ്പറായിട്ടുള്ള വിദ്യാർത്ഥി അവർ ചൂണ്ടിയിട്ട് പിടിക്കും, അവർ വിളിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടത് ഒരു സൈഡിൽ അവർക്ക് വിജയ ശതമാനം ഉണ്ടാക്കണം, ഇവരെ കാണിച്ചിട്ട് വേണം അടുത്ത ടൈമിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഇയറിലേക്കുള്ള കുട്ടികളെ പിടിക്കാൻ. അപ്പൊ അതിനുവേണ്ടി ഇതൊരു വലിയ മാർക്കറ്റിംഗ് ആണ്. അപ്പം ഒന്ന് ഹെൽത്ത് സെക്ടർ ഞാൻ പറഞ്ഞല്ലോ, 2 വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചവടമായി നടക്കുന്നത്. കാരണം എന്താ, പ്രോഫിറ്റ് ഇഷ്ടം പോലെ വരുന്ന ഒരു സാധനം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഏത് ഇൻഡസ്ട്രി വേറെ എടുത്ത് പരിശോധിച്ചു ഇത്രയും ഭീകരമായ ഒരു പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ 1 കോടി രൂപ അവർക്ക് ഒരു +2 ബാച്ച് അനുവദിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിൽ അവർക്ക് നഷ്ടമില്ല. അപ്പം കുട്ടികൾ വരുന്നുണ്ട്, ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൊണേഷൻ ആയിട്ടും ബിൽഡിംഗ് ഫണ്ടായിട്ടും കോഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ തോതിൽ ഒരു ഫണ്ട് കൊണ്ടുവരുന്നു. ഈ ഫണ്ട് ഇവർക്ക് ഇവരുടെ കയ്യിലേക്ക് വരുന്നു. അധ്യാപക നിയമനം വരുന്ന സമയത്ത് ആ ഫണ്ടും ഇവരുടെ കയ്യിലേക്ക് വരുന്നു. അപ്പം ഈ രീതിയിൽ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ പണം മുടക്കാൻ ഈ സ്കൂള് അധികൃതർ തയ്യാറാവും. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്ന, അപ്പോൾ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ആര് മുട്ടും, ഏതെങ്കിലും ഈ പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഏജന്റ് വന്ന് മുട്ടും, അല്ലെ ലീഗിന്റെ ഒരു ഏജന്റ് വന്ന് മുട്ടും. മുസ്ലിം ലീഗ് മാത്രം ഇതിനകത്ത് ശക്തമായി എതിരുന്നില്ല. കാര്യം പലരും പറയുന്നത് മുസ്ലിം ലീഗിൽ നിന്നും വലിയ കിട്ടപ്പോരുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ പറഞ്ഞ വലുതായിട്ട് ഈ പണമൊന്നും കൊടുക്കാൻ അവർ തയ്യാറാവില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എങ്കിലും മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ +2 സ്കൂളുകളുള്ളത്. അപ്പം ഇവിടെ വരുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആൾ ഇടനില നിന്നുകൊണ്ട് ഈ 1 കോടി രൂപ മേടിച്ച് ആർക്കാണോ കൊടുക്കേണ്ടത് അനുവദിക്കാൻ വേണ്ടി ആർക്കൊക്കെ നൽകണോ അത് കൊടുക്കാൻ വിധിക്കപ്പെട്ട. ഇതിന്റെ ഇടയിൽ 1 കോടിയുടെ ഒരാൾക്കൊരു 1 കോടി കിട്ടിക്കഴിയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഈ ഇടനില നിൽക്കുന്ന ആളിന് കമ്മീഷൻ കൊടുക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടം നടന്നതാണല്ലോ, വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് പറയുന്നത്. ഈ പൈസ എന്ത് ചെയ്യും, പൈസ തിരിച്ച് ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ 10 ലക്ഷം രൂപ അതിന്റെ ഇരിക്കട്ടെ, 90 ലക്ഷം മതി എനിക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഏജന്റ് വൽക്കരണം കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന +2 സ്കൂളുകൾ അനുവദിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്രയും അധികം സ്കൂളുകളുണ്ട്, 7000 ചില്ലുവാന സ്കൂളുകളുണ്ട്, അല്ല പിന്നെ 7000 ചില്ലുവാന ബാച്ചുകളുണ്ട്, 2000 ചില്ലുവാന വരുന്ന സ്കൂളുകളുണ്ട്. അപ്പം ഇവിടെ ശരിക്കും എന്താ ചെയ്യേണ്ടത്, എവിടെയാണോ കുറവുള്ളത് ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടത് എന്താ, ഇപ്പൊ കാസർഗോഡ് റിമോട്ട് ഏരിയയാണ്. ഒരു കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളും റിമോട്ടാണ്, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതലുണ്ട്. അപ്പം ഈ റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠനം വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഇപ്പം പല ഈ പറയുന്ന ഉന്നതികളുണ്ട്, പല ഉന്നതികളിലും സെറ്റിൽമെന്റ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം ഉയർത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആദിവാസി ഊരുകളെയും സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ എന്ത് ചെയ്യും, ഇവരുടെ ട്രൈബൽ ഹോസ്റ്റലുകളിലേക്ക് അല്ലെങ്കിൽ സിറ്റിയിലുള്ള ട്രൈബൽ ഹോസ്റ്റലുകളിലേക്ക് മാറ്റും. എന്നിട്ട് അവിടെ അവരെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഹോസ്റ്റലിൽ നിന്നിട്ട് ബോർഡിംഗ് സംവിധാനം, ആ ഹോസ്റ്റലിൽ നിന്നിട്ട് അവർ പഠിക്കുക. അതേസമയം അവർക്ക് അവിടെ അവരുടെ നാട്ടിൽ വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകിയിരുന്നെങ്കിൽ ആ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് കുറച്ചധികം ആൾക്കാരുണ്ടാവും. ഇപ്പൊ സിറ്റി വന്ന് താമസിക്കുന്ന കുറേയധികം ആൾക്കാർ, ഇപ്പൊ കോഴിക്കോട് സിറ്റിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിലോ എറണാകുളം സിറ്റിയിലോ ഒക്കെ താമസിക്കുന്ന ഒരു ആൾക്കാർ എന്ത് ചെയ്യും, തുടർന്നും അവർ സിറ്റി ലൈഫ് മാത്രമേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലാതെ അവർക്ക് ഈ പറയുന്ന ഈ നാട്ടിൽ നിന്ന് പോയി വണ്ടിയും വെള്ളവും ഇല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, കറണ്ട് ഇല്ലാത്ത, കുടിവെള്ളം മര്യാദയ്ക്ക് കിട്ടാത്ത കാട്ടുമൂലയിലേക്ക് പോയി താമസിക്കാൻ ഒരു കുട്ടിയും തയ്യാറാവില്ല. അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള വയനാട് പോലെയുള്ള ജില്ലകൾ, വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. കാരണം ഇപ്പോൾ ഉണ്ടായ കള്ളാടി ദുരന്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെ മന്ത്രിമാർ തമ്മിൽ പോലും ഒരു ഐക്യ രൂപീകരണം നടന്നിട്ടില്ല. എന്തുകൊണ്ട് ഇതുണ്ടായി, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായി, ഏകദേശം 8 പേരോളം വരുന്ന ആൾക്കാരുടെ ജീവൻ, എനിക്ക് 8 അല്ലെന്ന് തോന്നുന്നു, അതിൽ ഏറ്റവും കുറഞ്ഞത്. അപ്പം അവരുടെയൊക്കെ ജീവൻ എങ്ങനെ നഷ്ടപ്പെട്ടു, ആ ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കോഴിക്കോട് ഒക്കെ എത്താൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളുണ്ട്. എനിക്കൊന്ന് വയനാടിന്റെ ഒരു സിറ്റി എന്ന് പറയുന്ന കോഴിക്കോട് സിറ്റി തന്നെയാണ്. അവർക്ക് മികച്ച ഒരു ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ചുരം ഇറങ്ങണം, താമരശ്ശേരി ചുരം ഇറങ്ങണം. അപ്പം ഈ പറയുന്ന ചുരത്തിനകത്ത് മണ്ണിടിച്ചിലുണ്ടായി പെട്ടു അവര്.
കാര്യം അവർക്ക് 10-12 മണിക്കൂർ അവിടെ വണ്ടിയിട്ട് കിടക്കേണ്ട ഗതികേട് വരുമെന്നേ. അപ്പം ഈ സാഹചര്യം ഒക്കെ ഒഴിവാക്കാൻ തുരങ്കപാത എന്ന് പറയുന്ന ആവശ്യമാണ്. നമുക്കറിയാം, പിന്നെ നമ്മുടെ കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുരങ്കം ഉണ്ടല്ലോ, അതുപോലത്തെ തുരങ്കമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കുതിരാൻ തുരങ്കം ഉണ്ടാക്കി, എന്ത് സംഭവിച്ചു? അപ്പോൾ ഇത് തുരങ്കപാത ആവശ്യമായ ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ച്. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, 1.5 മണിക്കൂർ യാത്രാ ലാഭം വരുന്നു, 22 കിലോമീറ്റർ ആണ് ലാഭിക്കാൻ കഴിയുക എന്നൊക്കെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്തിന്റെ. അപ്പം ഇങ്ങനെ തുടങ്ങിയ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു നാട്ടിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി അവർക്ക് അവിടെ സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിന് പകരമായി ഇവിടെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ പറയുന്ന പണം വാങ്ങിക്കൊണ്ട് ഇടനില നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, അത് കൂടുതലും കോൺഗ്രസിന്റെ മാനേജ്മെന്റുകളാണ് കൂടുതൽ ഈ പണം മുടക്കാൻ തയ്യാറായി നിൽക്കുന്നത്. 1 കോടി രൂപ മുടക്കിക്കൊണ്ട് +2 ബാച്ചുകൾ അനുവദിക്കുകയും ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വലിയൊരു മാഫിയ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷം. ഇത് അനുഭവിക്കാൻ പോകുന്നത് നാളെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർക്ക് നമ്മൾ, കാരണം എന്താ പറയുക, നമ്മളെ പോലുള്ള ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രശ്നം എന്താ പറയുക, ഇവരുടെ കുട്ടികൾക്ക് നാളെ അവർ ചോദിക്കുന്ന ഒരു 50,000 എങ്കിലും, ഇപ്പം 50,000 രൂപ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടൊക്കെ ഡൊണേഷൻ പോകുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ആ നിലയിലേക്ക് +2ലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് നമുക്കറിയാവുന്ന പോലെ, ഇന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അല്ലെ നമ്മുടെയൊക്കെ പൊതുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് ജസ്റ്റ് സ്കൂളിൽ ചേർക്കുന്നതിന്, അതായത് LKG-യിലേക്കോ UKG-യിലേക്കോ പോലും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെലവാക്കുന്ന തുക എത്രയും നമുക്കറിയാം, അല്ലെ? ഇന്ന് ഒരു 20,000 രൂപ ആ ഒരു പിന്നെ UKG-യിലേക്ക് അഡ്മിഷന് വേണ്ടി വരുന്നു എന്നുള്ളതാണ് സ്വകാര്യം ഏറ്റവും കുറഞ്ഞ്. സ്വകാര്യ മാനേജ്മെന്റിൽ വരുന്നൊരു കാര്യം പറയുന്നത്, ഏറ്റവും കുറഞ്ഞ നമ്മൾ അത്രയ്ക്ക് മുടക്കണം പണം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, 20,000 രൂപ ഏറ്റവും കുറഞ്ഞ അഡ്മിഷൻ ഫീസ് കൊടുക്കും. ഇത് കൂടാതെ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു കുട്ടിയെ ഒരു ഏറ്റവും ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ, നമ്മൾ ഒരു സ്കൂളിലേക്ക് ഈ പറയുന്ന ഡൊണേഷൻ, തിരിച്ചു കിട്ടാത്ത തുക എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ മുടക്കുന്നത് ഏകദേശം 10-40,000 രൂപയാണ് കുറഞ്ഞത്. ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഞാൻ പറയുന്നത്, ഏറ്റവും കുറഞ്ഞ തുകയാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടോ, ഇനി കഴിഞ്ഞിട്ട് ഫീസ്, ഓക്കെ, ഫീസ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, ശരിയല്ലേ? മെയിൻ്റനൻസ് ഫീസ്. പിന്നെ ഇത് കൂടാതെ അവരുടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന ചാരിറ്റി വർക്കുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫണ്ട് കൊടുക്കേണ്ടി വരും. ഇനി ഫീസിന്റെ കാര്യം, വേറൊരു കാര്യം കൂടി ഉണ്ട്. അവർ ട്യൂഷൻ ഫീസ്, ടേം ഫീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കൊലച്ചതി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സാധനത. നമ്മുടെ കുട്ടികൾക്ക് സർവീസാണ്, അവർക്ക് അധ്യാപകർ കൊടുക്കുന്ന സർവീസാണ് വിദ്യാഭ്യാസം. അത് നമുക്ക് തർക്കമൊന്നുമില്ല. ആ സർവീസ് ലഭിക്കാത്ത ഒരു സർവീസിന് നമ്മൾ പണം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ ടേം ഫീസ് എന്ന് പറയുമ്പോൾ, പിന്നെ മാർച്ച് മാസത്തിൽ എക്സാം കഴിയുകയാണ്. മാർച്ചിൽ എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ നേരെ വീട്ടില് 60 ഡേയ്സ് വെക്കേഷനിലേക്ക് പോവാ. 60 ദിവസം കുട്ടികൾ വെക്കേഷനിലേക്ക് പോവാ. ഈ 60 ദിവസം നമ്മുടെ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് 1 രൂപയുടെ സർവീസ് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. ഇവരുടെ വാഹനങ്ങൾ ഓടുന്നില്ല, ഓൺലൈൻ ക്ലാസ് ഇല്ല. അധ്യാപകർക്ക് പിന്നെ ഗ്രൂപ്പിൽ പോലും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യേണ്ട ഗതികേടില്ല. അവര് ഫുൾ ഫ്രീ ആണ്. ഈ 2 മാസത്തെ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് ഏകദേശം 1 മാസത്തെ ഫീസ് തന്നെ ഏകദേശം 10,000 റുപ്പീസ് നിയർ. ഏറ്റവും കുറഞ്ഞതാണ്, ലീസ്റ്റ് ഞാൻ പറയുന്നത്, അല്ലാതെ ഏറ്റവും കൂടിയതല്ല പറഞ്ഞത്. കൂടിയത് പല സ്കൂളുകളുടെയും ഗ്രേഡ് അനുസരിച്ച് കൂടുന്നുണ്ട്. അപ്പൊ 10,000 രൂപ പെർ മന്ത് നമ്മൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു ടേം ഫീസ് എന്നുള്ള നിലയിൽ 2 മാസത്തെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. എന്തിനു കൊടുക്കണം? കൊടുത്തില്ലെങ്കിലോ ഈ പറയുന്ന പോലെ. അപ്പം ഇതാണ് പിന്നെ ഈ കുട്ടികളെ അപമാനിക്കലായി, പരസ്യമായി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യലായി, ഫീസ് അടച്ചില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സർവീസ് പോലും ലഭിക്കാതെ, ഇനിയിപ്പം പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിയാണെങ്കിലോ ആ ഫീസ് അടയ്ക്കണം. എന്തിനടയ്ക്കണം? പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് ജൂൺ മുതൽ അവരുടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അക്കാഡമിക് ഇയറിൽ ആ സ്കൂളിലെ ഫസ്റ്റ് ആളാണ്, അല്ലെങ്കിൽ ആ സ്കൂളിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോഴും ഈ പറയുന്ന കഴിഞ്ഞു പോയ അത്രയും മാസത്തെ ഫീസ് ഈ കുട്ടി അടക്കേണ്ടി വരും. അപ്പോഴും ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല, എവിടെയും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ഞാൻ ഈ പറഞ്ഞ ഈ 20,000 രൂപ ഒരു കൊച്ചുകുട്ടിക്ക്, ഒരു KG-യിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നെങ്കിൽ ഈ പറയുന്ന +2-ന് ഇന്ന് എത്ര ആയിരിക്കും മേടിക്കുക എന്ന് സിംപ്ലി നമ്മൾ ചിന്തിച്ചാൽ മതിയാവും, അല്ലെ? ഒരു KG വരുന്ന, അപ്പൊ അവിടെ 50,000 എന്ന് പറയുന്ന കണക്ക് നിൽക്കത്തില്ല അവിടെ.
1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ഒരു ഡൊണേഷൻ വരും, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു മാനേജ്മെന്റും ഈ പറയുന്ന, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സംവിധാനം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളും. എത്ര സിമ്പിളാണ്, എത്ര കോടിയാണ്, നമ്മൾ കോടാനുകോടി എന്ന് പറയേണ്ടി വരും നമ്മുടെ സ്കൂളുകളിലേക്ക് മറിയുന്ന ഇത്. നമ്മുടെ പല സ്കൂളുകളിലും അഡ്മിഷന് പോയി കഴിഞ്ഞാൽ പല സ്കൂളുകളിലും അഡ്മിഷൻ കൊടുക്കാനില്ല, കാരണം ഫിൽഡായി. അടുത്ത വർഷത്തേക്ക് പണം കൊടുത്ത് നിൽക്കുന്ന രക്ഷിതാക്കൾ വരെയുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഇതൊരു വലിയ കച്ചവടത്തിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർക്ക് 1 കോടി അല്ല 2 കോടി മുടക്കാൻ അവർ തയ്യാറാവും. ഈ പറഞ്ഞ ഇടനിലക്കാര് ഇവിടെ നിന്ന് കാശടിക്കുകയും ചെയ്യും. സർക്കാർ സംവിധാനങ്ങളെ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നല്ല, സർക്കാർ സംവിധാനങ്ങൾ വഴിവിട്ട് ഈ പണം വാങ്ങിക്കൊണ്ട് വഴിവിട്ട് സാമ്പത്തിക സഹായത്തിന് നിന്നുകൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. അപ്പം ഇനിയും ബാച്ചുകൾ അനുവദിക്കും. ഈ ബാച്ചുകൾ കൂടുതൽ അനുവദിക്കുന്നതിന് കൂടുതൽ പണം മുടക്കപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന സംവിധാനങ്ങൾ മൊത്തത്തിൽ ഈ പറയുന്ന വ്യവസായവൽക്കരിക്കപ്പെടുകയും കച്ചവടവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് നമ്മുടെ സർക്കാർ സ്കൂളുകൾ, ആലപ്പുഴ ജില്ലയിൽ മാത്രം നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ നിന്നുകൊണ്ട് അവരെ അവിടെ വിന്യസിക്കാൻ കഴിയാത്തതുകൊണ്ട് 200-ലധികം അധ്യാപകർ, ആ 200-ലധികം അധ്യാപകർ പുതിയതായി നിയമനം നേടി PSC വഴി നിയമനം നേടിയ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഈ സംസ്ഥാനം നടക്കാൻ പോകും. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.